പരസ്യമായി മധ്യസ്ഥ ചർച്ചകൾ നടത്തുകയും രഹസ്യമായി സൈനികരെ വിന്യസിച്ച് കരയാക്രമണത്തിന്റെ ഒരുക്കങ്ങൾ നടത്തുകയുമാണ് അമേരിക്ക. ട്രംപിന്റെ കണ്ണിപ്പോൾ ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിലാണ്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്ന ഖാർഗ് പിടിച്ചെടുക്കുകയാണ് യുഎസിന്റെ പ്രധാന ലക്ഷ്യം. വെനസ്വേലയുടെ എണ്ണയ്ക്ക് മേൽ അനിശ്ചിതകാലത്തേക്ക് നിയന്ത്രണം കൈയടക്കിയ മാതൃകയാണ് ഇറാനിൽ മുന്നിൽ കാണുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. എന്താണ് ഖാർഗ് ലക്ഷ്യമിട്ടൊരുങ്ങുന്ന അമേരിക്കൻ തന്ത്രം? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. പേർഷ്യൻ ഗൾഫിന്റെ വടക്കു ഭാഗത്ത് ഇറാന്റെ തീരത്ത് നിന്ന് ഏകദേശം 20-25 മൈൽ ദൂരെയുള്ള ഒരു ചെറിയ പവിഴ ദ്വീപാണ് ഖാർഗ്. വെറും 12 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് വിസ്തൃതി. ഇറാന്റെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 90% നടക്കുന്നത് ഖാർഗ് ദ്വീപ് വഴിയാണ്. പ്രതിദിനം ശരാശരി 15 ലക്ഷം ബാരലധികം എണ്ണയാണ് ഇവിടെ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. ഏതാണ്ട് 1.8 കോടി ബാരൽ എണ്ണ സംഭരിക്കാൻ ശേഷിയുള്ള കൂറ്റൻ ടാങ്കുകൾ ഈ ദ്വീപിലുണ്ട്. ദ്വീപിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം പവിഴപ്പുറ്റുകളാൽ ചുറ്റപ്പെട്ടതാണെങ്കിലും വലിയ കപ്പലുകൾക്ക് അടുക്കാൻ കഴിയുന്ന ആഴക്കടൽ സൗകര്യം ഇവിടെയുണ്ട്. ഇറാന്റെ മറ്റ് തീരപ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത്. ഖാർഗ് ദ്വീപ് വെറും എണ്ണ ടെർമിനൽ അല്ല, ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ പ്രധാന വരുമാന സ്രോതസ് കൂടിയാണ്. ഇതിൽ നിന്നുള്ള വരുമാനം യുദ്ധ സാമഗ്രികൾക്കും ഹിസ്ബുള്ള, ഹൂത്തി തുടങ്ങിയ സായുധ സംഘങ്ങളെ സഹായിക്കാനുമാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ ഖാർഗിനെ ആക്രമിക്കുന്നത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെയും സൈനിക ശേഷിയെയും ഒരുപോലെ ബാധിക്കും. ഹോർമോസ് കടലിടുക്ക് തുറക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനാണ് യുഎസ് ഖാർഗ് ലക്ഷ്യമിടുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപ് ഈ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത്. ഇറാനിലെ എണ്ണ വിഭവങ്ങളുടെ മേൽ നിയന്ത്രണം നേടാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാനിലെ എണ്ണ പിടിച്ചെടുക്കുക എന്നതാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ട്രംപ്. ഒരുപാട് ഓപ്ഷനുകൾ മുന്നിലുണ്ട്. ഖാർഗ് പിടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകാലം അവിടെ സൈന്യത്തിന് തുടരേണ്ടി വരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. 10,000-ഓളം സൈനികരെ ഇറാനിലേക്ക് അയച്ചുകൊണ്ട് പെന്റഗൺ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന കരയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ്. ദ്വീപ് കൈവശപ്പെടുത്തിയാൽ ഇറാന് അവരുടെ എണ്ണ വരുമാനം നഷ്ടപ്പെടും. ഇതോടെ ഹോർമൂസ് തുറക്കാൻ അവർ നിർബന്ധിതമാകുമെന്നാണ് യുഎസിന്റെ കണക്കുകൂട്ടൽ. മാർച്ച് 13-ന് ഖാർഗിലെ 90-ലധികം സൈനിക ലക്ഷ്യങ്ങളിൽ അമേരിക്കൻ വ്യോമസേന ശക്തമായ ബോംബാക്രമണം നടത്തിയിരുന്നു. എയർ ഡിഫൻസ്, മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ, നേവൽ ബേസ് എന്നിവ ആക്രമിക്കപ്പെട്ടുവെങ്കിലും എണ്ണ അടിസ്ഥാന സൗകര്യങ്ങളെ ഒഴിവാക്കിയതായി ട്രംപ് പ്രഖ്യാപിക്കുകയായിരുന്നു. ദയയുടെ പേരിലാണ് ഖാർഗിലെ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കാതെ വിട്ടതെന്നും ഹോർമുസിലൂടെ കപ്പലുകൾക്ക് സുരക്ഷിതമായി കടക്കാൻ അനുവദിക്കാത്ത പക്ഷം ആ തീരുമാനം പുനഃപരിശോധിക്കുമെന്നും ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഖാർഗ് പിടിച്ചെടുക്കുക എന്നത് യുഎസിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്നും അവിടുത്തെ പ്രതിരോധ സംവിധാനങ്ങൾ ദുർബലമായതിനാൽ വളരെ എളുപ്പത്തിൽ അത് സാധ്യമാകുമെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഖാർഗ് ദ്വീപ് ലക്ഷ്യമിട്ട് യുഎസ് ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് സൈനികരെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇതിൽ 82-ാം എയർബോൺ ഡിവിഷനിലെ അംഗങ്ങളും മറീനുകളും ഉൾപ്പെടുന്നു. സൈനിക നടപടിയുടെ മുന്നറിയിപ്പ് നൽകുന്നതോടൊപ്പം തന്നെ നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നതായും ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകൾ പോസിറ്റീവാണെന്നും വളരെ വേഗത്തിൽ ഒരു കരാറിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയും ട്രംപ് പങ്കുവച്ചു. യുദ്ധം അവസാനിപ്പിക്കാനും കരാറിലെത്താനും ഇറാന് ഏപ്രിൽ 6 വരെയാണ് ട്രംപ് സമയം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത് വകവെക്കാതെ കനത്ത തിരിച്ചടി നൽകുമെന്ന ഭീഷണി മുഴക്കുകയാണ് ഇറാൻ. തങ്ങളുടെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താൽപര്യമുള്ള എണ്ണ കമ്പനികളും ഗൾഫ് രാജ്യങ്ങളിലെ ജലശുദ്ധീകരണ ശാലകളും തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദ്വീപിന്റെ പ്രതിരോധവും ശക്തിപ്പെടുത്തി കഴിഞ്ഞു. ഖാർഗ് ആക്രമിക്കാൻ ഒരുങ്ങുന്നത് അത്യന്തം അപകടകരമായ ഒരു നീക്കമായിരിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഖാർഗ് ദ്വീപ് വെറുമൊരു ദ്വീപല്ല, അത് ഇറാന്റെ ജീവനാഡിയാണ്. അമേരിക്കൻ സൈന്യം അവിടെ ഇറങ്ങിയാൽ ഉണ്ടാകുന്ന നഷ്ടം ഭീമമായിരിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. യുഎസിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം.